കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വീണ്ടും കലഹം. തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധി രൺദീപ് സിംഗ് സുർജേവാല വീണ്ടും ബംഗളൂരുവിലെത്തും. MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, വീണ്ടും തർക്കമാണല്ലോ. നേരത്തെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി എന്നുള്ളതായിരുന്നു DK ശിവകുമാർ സൗണ്ട് ബൈറ്റായി പറഞ്ഞിരുന്നത്. സിദ്ധരാമയ്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകി മുന്നോട്ട് പോകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ സൗണ്ട് ബൈറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും എന്താണ് സംഭവിച്ചത്? ബിനിൽ, ഇക്കാര്യത്തിൽ വീണ്ടും ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഡൽഹിയിൽ പോയി രണ്ടുപേരും എല്ലാ ചർച്ചകളും നടത്തി സമവായത്തിലെത്തി. സിദ്ധരാമയ്യ തന്നെ ഇനിയും 5 വർഷം പൂർത്തിയാക്കിയാൽ മതി, 5 വർഷം കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകുമെന്നുള്ള കാര്യം വരുമ്പോൾ അപ്പോൾ ആലോചിക്കാമെന്നായിരുന്നു ശിവകുമാറും സിദ്ധരാമയ്യയും പറഞ്ഞിരുന്നത്. ഇപ്പോൾ കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിവില്ല, സിദ്ധരാമയ്യ തന്നെ തുടരും, ഞാൻ തന്നെ തുടരുമെന്നാണ് സിദ്ധരാമയ്യയും പറഞ്ഞിരുന്നത്. പക്ഷേ തിരിച്ച് ബംഗളൂരിൽ എത്തിയ ശേഷമാണ് വീണ്ടും ചർച്ചകൾ തുടരുന്നത്, അല്ലെങ്കിൽ തർക്കങ്ങൾ തുടരുന്നത്. MLA-മാർക്കിടയിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. MLA-മാർ വീണ്ടും 2 വിഭാഗമായി ചേരിതിരിയുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സുർജേവാല കർണാടകയിൽ ബംഗളൂരിൽ എത്തിയിട്ടുള്ളത്. ബംഗളൂരിൽ എല്ലാ MLA-മാരുമായും വീണ്ടും ഒരിക്കൽ കൂടി ചർച്ച നടത്തും, എല്ലാ മന്ത്രിമാരുമായും ഒരിക്കൽ കൂടി ചർച്ച നടത്തും. അതിനിടയിൽ കർണാടകയിൽ DK ശിവകുമാറിനെ കർണാടക KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഭരണം സുഖകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ശിവകുമാർ പാർട്ടിയുടെ അധ്യക്ഷനായി ഇരിക്കാൻ പാടില്ല, പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി സിദ്ധരാമയ്യ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മുന്നിൽ വെച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ അസ്വാരസ്യം വീണ്ടും മൂക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ മാറ്റുകയാണെങ്കിൽ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ശിവകുമാർ ആവശ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തർക്കം വീണ്ടും രൂക്ഷമാകുന്നത്. 2 വശത്തും MLA-മാർ 2 ഭാഗത്തായി നിൽക്കുകയാണ്. സിദ്ധരാമയ്യ ഒരു വിഭാഗവും DK ശിവകുമാർ മറുവിഭാഗവുമായി MLA-മാരുടെ 2 ധ്രുവങ്ങളിലേക്ക് MLA-മാർ മാറിക്കഴിഞ്ഞു. ആ ചർച്ചകൾ അവരെ അനുനയിപ്പിക്കാനും അല്ലെങ്കിൽ ചർച്ചകൾക്കുമായിട്ടാണ് ഇപ്പോൾ സുർജേവാല വന്നിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരും ഇന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും ഒരു തരത്തിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോയിട്ടില്ല. രണ്ടുപേരും കേന്ദ്ര സർക്കാരിനെതിരെയും ഇപ്പോൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെയും ഒക്കെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും സുർജേവാല ബംഗളൂരിലുള്ളത് MLA-മാരെ അനുനയിപ്പിക്കാനാണ്, ചർച്ചകൾ നടത്താനാണ്, മന്ത്രിമാരുമായി ചർച്ചകൾ നടത്താനാണ് എന്നത് വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് പോയാൽ കർണാടകയിൽ MLA-മാരെ 2 പക്ഷത്തും 2 വശത്തായി പിടിച്ചു നിർത്താൻ, അതായത് സിദ്ധരാമയ്യയുടെ വശത്ത് പിടിച്ചു നിർത്താൻ അദ്ദേഹവും DK ശിവകുമാറിൻ്റെ വശത്ത് പിടിച്ചു നിർത്താനായി DK ശിവകുമാറും പണമെറിയുന്നു. അതായത് കർണാടകയിൽ കുതിരക്കച്ചവടം നടക്കുന്നു, MLA-മാരെ പിടിച്ചു നിർത്താൻ കോൺഗ്രസിനകത്ത് തന്നെ കുതിരക്കച്ചവടം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അത് ആരോപണം ഉന്നയിച്ചുള്ള BJP-യാണ്. BJP-യുടെ കേന്ദ്ര നേതാവായിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഇന്ന് ട്വിറ്ററിൽ ആ വിഷയം പുറത്തുവിടുന്നത്. അതൊരു പക്ഷേ വലിയ വിവാദമായി മാറാൻ പോവുകയാണ്. കർണാടകയിൽ കോൺഗ്രസിനകത്ത് MLA-മാരെ പിടിച്ചു നിർത്താൻ അവർ തന്നെ കുതിരക്കച്ചവടം നടത്തുന്നു, MLA-മാർക്ക് കോടികൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ആ രൂപത്തിലേക്ക് കർണാടകയിലെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ തർക്കങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് കർണാടകയിൽ വലിയ തർക്കങ്ങൾ, ആഭ്യന്തര തർക്കങ്ങൾ തുടരുകയാണ്. പരോക്ഷമായി പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ പോലും വലിയ തർക്കങ്ങൾ എന്നുള്ള സൂചനയാണ് വീണ്ടും ഹൈക്കമാൻഡിന്റെ പ്രതിനിധി രൺദീപ് സിംഗ് സുർജേവാല ബംഗളൂരിലെത്തിയത്. എന്തായാലും ഇന്ന് അദ്ദേഹം വീണ്ടും എല്ലാ MLA-മാരുമായും കൂടിക്കാഴ്ച നടത്തും. പക്ഷേ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് അവിടെ കുതിരക്കച്ചവടം നടക്കുന്നു, MLA-മാരെ പിടിച്ചു നിർത്താൻ പണമെറിയുന്നു എന്നുള്ള BJP-യുടെ ആരോപണമാണ്. ബിനിൽ, ശരി, BJP അങ്ങനെ ആരോപിക്കുകയാണ്, അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കർണാടകയിൽ അടി തുടരുകയാണ്.